ആശാ വർക്കേഴ്സിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് UDF. നിയമസഭ ബഹിഷ്കരിച്ച UDF MLA-മാർ നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിന് സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമരം തീർക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നിരാഹാര സമരത്തിന് തുടക്കമായിട്ടുണ്ട്. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാനവും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 39 ദിവസമായി തുടരുന്ന പ്രതിഷേധത്തോട് സർക്കാർ മുഖം തിരിച്ചതോടെയാണ് നിരാഹാര സമരത്തിലേക്ക് ആശാവർക്കർമാർ കടന്നത്. ഇടത് അനുഭാവിയായ KG താര ഉദ്ഘാടനം ചെയ്ത സമരത്തിന് UDF MLA-മാരും ഐക്യദാർഢ്യവുമായി എത്തി. മന്ത്രിമാർ തുടക്കം മുതൽ സമരത്തെ അധിക്ഷേപിക്കുകയാണെന്നും സമരത്തിൽ ആശമാർക്ക് ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സമരത്തോടൊപ്പമാണ് ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം. ആശാ വർക്കർമാരുടെ സമരത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. കേന്ദ്രം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് കേരളവും വർദ്ധിപ്പിക്കുമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. CPI-യും RJD-യും യോഗത്തിൽ വിഷയം ഉന്നയിച്ചപ്പോഴാണ് മറുപടി. സമരം തീർക്കണമെന്ന് ഘടകകക്ഷികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഓണറേറിയം വർധനയടക്കം ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. 2 വട്ടം ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയിട്ടും അനുകൂല തീരുമാനമില്ല. നിരാശരാകാതെ സമര മുദ്രാവാക്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തിയാണ് ആശാ വർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് കടന്നത്. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.